രാവിലത്തെ ഫുഡ് ഇന്ന് ഞാൻ ഹോട്ടലിലാക്കി കേട്ടോ. ദോശയും പിന്നെ സാമ്പാർ ചട്നിയൊക്കെ ആയിരുന്നു കേട്ടോ കഴിക്കാനായിട്ടുണ്ടായേ. ഞാൻ മാത്രമല്ല, അഖിലേട്ടനും കൂടെ ഉണ്ടായിരുന്നു. കാരണം അഖിലേട്ടനും ദേവസ്വം ബോർഡിൻ്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, ഇവിടെ നമ്മൾ അടുത്ത് അത്താണിയിലൊക്കെ ആയിരുന്നു എക്സാം. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, എന്നാൽ എന്താ പറയുക, നീയും വന്നോ കൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ കേൾക്കാത്ത പാതി ഓടിച്ചാടി ഏട്ടൻ്റെ അടുത്തേക്ക് വന്നതാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഏട്ടന് ഉച്ചയ്ക്കായിരുന്നു കേട്ടോ എക്സാം. അപ്പോൾ അതിൻ്റെ അവിടെ അടുത്ത് തന്നെ ഒരു സ്ഥലം, ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, നമ്മൾ ഈ വീഡിയോ എടുത്തിട്ട് കുറേ ആയി പറഞ്ഞാൽ കുറേ ആയി. ഞാൻ ഇപ്പോഴാണ് ആ ക്ലിപ്സുകൾ ഇങ്ങനെ കണ്ടപ്പോഴേ നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് വേറെ ഒന്നല്ല കേട്ടോ. അറിഞ്ഞിരുന്ന സ്ഥലം, പക്ഷെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. ഇവിടെ ഈ വെള്ളച്ചാട്ടം അടിപൊളിയായിരുന്നു കേട്ടോ. വ്യൂ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് പിന്നെ വെള്ളം കണ്ടാൽ ഞാൻ അതിൽ അങ്ങോട്ട് ചാടി വീഴും. ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ നമുക്കൊന്ന് അങ്ങോട്ട് കയറാം, അതായത് വെള്ളത്തിലേക്കൊന്ന് ആ വെള്ളത്തിൽ അത് കൂടെ ആ സ്ഥലം ഉണ്ടല്ലോ, അപ്പോൾ അത് കൂടെ ഒക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ ആദ്യം സമ്മതിച്ചില്ല. രണ്ടാമത് പിന്നെ മെല്ലെ ഇങ്ങനെ ഓക്കെ എന്നുള്ള രീതിക്ക് ഇങ്ങനെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു വഴുക്കിൽ തന്നെ ഉണ്ടായിരുന്നുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, വീണമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങുന്നത് കണ്ടപ്പോൾ തന്നെ കുറേ ഏട്ടന്മാരൊക്കെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി സമാധാനമായി. ഞങ്ങൾ മാത്രമല്ല, ഇവരും കൂടെ ഇറങ്ങുന്നുണ്ടല്ലോ എന്നുള്ളൊരിതായിരുന്നു. പിന്നെ ഇവിടെ നിന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഇവിടെ നിന്ന് പോരാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് ഇവിടുന്ന് എന്തായാലും ഇറങ്ങണം. ഇവിടെ തന്നെ കുറച്ച് പോയി കഴിഞ്ഞാൽ ചെപ്പാറയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്കും കൂടി പോയ ശേഷം ഏട്ടന് ദേവസ്വം ബോർഡ് എക്സാം ചെയ്തിട്ട് തിരികെ പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. ഇവിടുന്ന് ചെപ്പാറയ്ക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ ചെപ്പാറയുടെ അടുത്തായിട്ടാണ് ഈ ഒരു സംഭവം വരുന്നത് കേട്ടോ. ഫുള്ള് ഗ്രീനറിയാണ്, ഫുള്ള് പച്ചപ്പാണ്, നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞു. പിന്നെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണാനായിട്ട്. ഇവിടെ എൻട്രി ഫീസ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മുടെ പേര് പിന്നെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാക്കിയാൽ മതി, എഴുതി കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് നേരെ ഈ പറഞ്ഞ പോലെ ചെപ്പാറയ്ക്കാണ് പോകുന്നത് കേട്ടോ. ചെപ്പാറയ്ക്ക് ഞാൻ ഓൾറെഡി ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഏട്ടന്മാരുടെ കൂടെ. ഏട്ടന്മാരുടെ അല്ല, ഏട്ടനും ചേച്ചിയും എൻ്റെ അനിയനൊക്കെ കൂടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നതാണ് ചെപ്പാറയ്ക്ക്. അവിടെ നല്ല രസമായിട്ടോ കാണാനായിട്ട്. പക്ഷേ മുകളിലേക്ക് കയറാൻ ഭയങ്കര പാടാണ്, അതേപോലെ തന്നെ ഇറങ്ങി വരാനും. പക്ഷേ ഞങ്ങൾ മുകളിൽ കയറിയപ്പോൾ തന്നെ നല്ല മഴ പെയ്തു. അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ അടിയിലേക്ക് തന്നെ ഇറങ്ങി കേട്ടോ. ഇവിടെയും കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് കാണാൻ നല്ല രസമാണ്. പക്ഷെ നട്ടുച്ചയ്ക്ക് പോയാൽ ചുട്ട് എരിയും നമ്മൾ. പക്ഷേ അവിടെ മഴയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വേഗം ഫുഡൊന്നും കഴിക്കാതെ തന്നെ നേരെ ദേവസ്വം ബോർഡ് എക്സാം ഏട്ടനുണ്ടല്ലോ, അപ്പോൾ അവിടുന്ന് ഏട്ടൻ എഴുതി എക്സാം എഴുതി വന്നിരിക്കണ വരവാണ്. എങ്ങനെയുണ്ട് എക്സാം പറയേ? പൊട്ടി. ഇത് റിസൾട്ട് വന്ന് അന്ന് ഞാൻ പബ്ലിഷ് ചെയ്യും. എക്സാം റിസൾട്ട് വരുന്ന ഞങ്ങൾ കാത്തുന്നില്ല കേട്ടോ. ഇത്